ഹായ്, നമ്മളിന്ന് പറയാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫെഡറൽ ബാങ്കിൽ നിന്ന് നമുക്ക് എങ്ങനെ പൈസ എടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അറിയാത്തൊരു കാര്യമാണ്. നമ്മുടെ കാർഡുകൾ എല്ലാം ഉണ്ട്. നമ്മുടെ ഇതുപോലത്തെ ഫെഡറൽ ബാങ്കിൻ്റെ കാർഡുകൾ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് പോയിൻ്റ് അനുസരിച്ച് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പൈസകൾ, നമ്മൾ നാട്ടിന് ഗൾഫിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന പൈസകൾ, നാട്ടിൽ ടു വേറെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പൈസകൾ എല്ലാം നമുക്ക് അതിൻ്റെ അകത്തൊരു ക്രെഡിറ്റ് പോയിൻ്റ് ഉണ്ട്. ഓക്കെ, ആ പോയിൻ്റ് നമുക്ക് പൈസയായിട്ട് നമുക്ക് ഇത്ര പോയിൻ്റ് ആയി കഴിയുമ്പോൾ ഇത്ര പോയിൻ്റ് നമുക്ക് അതിനകത്ത് പൈസയായിട്ട് കാണിക്കും. ഓക്കെ, അപ്പം അത് വെച്ച് നമുക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം. അതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര പോയിൻ്റ് കിട്ടുന്നുണ്ടോ അത്രയും പോയിൻറ്റിൻ്റെ പർച്ചേസ് നമുക്ക് താഴെ അവിടെ ഇന്ത്യൻ മണി എത്ര രൂപയാണെന്ന് വെച്ചാൽ അത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് മിക്കവാറുള്ളവർക്ക് അറിയാമോ ഇല്ലയോ ഒന്നും അറിയില്ല. എന്നാലും എൻ്റെ ഒരു അനുഭവം വെച്ച് എനിക്ക് 252 പോയിൻ്റ് ഉണ്ട്. അതിൽ ഒരു 53 ഇന്ത്യൻ റുപ്പീസ് എനിക്ക് നാട്ടിലെ കിട്ടിയിട്ടുണ്ട് ഫെഡറൽ ബാങ്കിൽ ഞാൻ കാർഡ് വെച്ച് നോക്കിയപ്പോൾ. ഓക്കെ, അപ്പം നിങ്ങളും ഇത് തന്നെ ചെയ്യുക, ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും അറിയാതെ ഒത്തിരി എമൗണ്ട് അല്ലെങ്കിൽ ഒത്തിരി പോയിൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി ഇന്ത്യൻ മണികൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക. ഞാനിത് എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത് ഗൂഗിൾ വഴി ഞാൻ ഇവരുടെ ഫെഡറൽ ബാങ്കിൻ്റെ തന്നെ സൈറ്റിൽ കയറിയിട്ട് തന്നെയാണ് നമ്മൾ അടിച്ചു കൊടുത്ത് ഇത് ക്ലിയർ ചെയ്ത് നോക്കുന്നത്. നമുക്ക് എത്ര പോയിൻ്റ് ഉണ്ട്, എത്ര ഇന്ത്യൻ റുപ്പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ അറിയാം. നമുക്ക് അതിനകത്ത് തന്നെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ജസ്റ്റ് ഫെഡറൽ റിവാർഡ്സ് എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് ആദ്യം കാണുന്ന ഈ ഒരു വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ. പേടിക്കേണ്ട ആവശ്യമില്ല, അത് ഫെഡറൽ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് താഴെ ഒരു പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഫോൺ നമ്പറും ക്യാപ്ഷൻ ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് OTP ക്ലിക്ക് ചെയ്താൽ ഒരു OTP വരും, അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ പോയിന്റ്സും അതിന് നേരെ താഴെ കുറച്ച് പൈസയും കാണാൻ പറ്റും. എൻ്റെ ഏകദേശം 17 രൂപയായിട്ട് കാണിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ ചിലവാക്കി കഴിഞ്ഞതാണ്. നിങ്ങൾ ഇതുവരെ എടുത്തു നോക്കാത്ത ഒരാളാണ് ചിലപ്പോൾ നിങ്ങളിൽ ഒരുപാടധികം പൈസ ഉണ്ടാവും കേട്ടോ. ഈ ഒരു എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ തന്നെ ഷോപ്പിംഗിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോൺ റീചാർജ് ചെയ്യാൻ പറ്റും ഞാൻ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ബിൽ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഈ ഒരു എമൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിലൂടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം മറ്റുള്ളവർ ഇതറിയാത്ത ഒരു സംഭവമാണ്. കാരണം ഓരോരോ ഒത്തിരി ട്രാൻസാക്ഷൻ നടക്കുന്ന അക്കൗണ്ടുകൾ കാണാം. 1 lakh 2 lakh അങ്ങനെ ട്രാൻസാക്ഷൻ നടക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ പോയിന്റ് കിട്ടും. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ മണി ഇതുപോലെ ഒളിച്ചിരിക്കുന്നത് ആർക്കും അറിയില്ല. അപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരപ്പെടട്ടെ. ഓക്കെ, നമുക്കൊരു പൈസ കിട്ടുന്നത്, നമുക്ക് ഫ്രീ ആയിട്ടൊരു പൈസ നമ്മുടെ അക്കൗണ്ട് വഴി നമുക്ക് കിട്ടുന്നത് കൂടുതൽ ബെനിഫിറ്റാണ്. അപ്പം നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, മറ്റുള്ളവരിലും ഇതെത്തിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.